ഈശ്വരവിശ്വാസികളും നിരീശ്വരവാദികളും തങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പലപ്പോഴും നമ്മുടെ നിരീശ്വരവാദം വളരെ മഹത്തരമാണെന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ കൂടെ കേട്ടിട്ടുള്ളതാണ്, ഞങ്ങൾ സയൻറ്റിഫിക്കാണ്, നിങ്ങൾ ഈശ്വരവിശ്വാസികൾ സയൻറ്റിഫിക് അല്ല. എന്താണ് സയൻറ്റിഫിക്? ആർക്ക് പറയാം? ഏതെങ്കിലും ഒരു കാര്യത്തിന് കൃത്യമായ എവിഡൻസ് ബേസ്ഡ് ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കുകയും അത് പരീക്ഷണങ്ങളിൽ കൂടെ തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ സയൻസിന്റെ കൂട്ടത്തിൽപ്പെടുത്തും. ദൈവവിശ്വാസത്തിന് പലപ്പോഴും ഡോക്യുമെന്റേഷൻസ് ഉണ്ട്. ബൈബിൾ, ഖുറാൻ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇങ്ങനെ ഡോക്യുമെന്റേഷൻസ് ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വിശ്വാസ പരീക്ഷണങ്ങളിൽ കൂടെ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. എവിടെയാണ് നമ്മുടെ നിരീശ്വരവാദത്തിൻ്റെ ഡോക്യുമെന്റേഷൻ? അവിടെ ചില പുസ്തകങ്ങളൊക്കെ കാണാറുണ്ട്, സ്ഥിരമായി ചില യൂട്യൂബ് വീഡിയോകളൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇത്തരത്തിൽ നൂറ്റാണ്ടുകളായി അംഗീകരിക്കപ്പെട്ട് മുന്നോട്ട് പോയ ഡോക്യുമെന്റേഷൻ എവിടെയാണ്? ഓക്കെ, നമുക്ക് ആ വിഷയം പിന്നീട് വിശദമായി ചർച്ച ചെയ്യാം. വിടാൻ ഉദ്ദേശമില്ല കേട്ടോ, വിടാന്ന് പറഞ്ഞതല്ല, അത് പിന്നീട് വിശദമായി ചർച്ച ചെയ്യാം. അതുപോലെയാണ് നമ്മൾ COP4A ഒരു പാൻഡമിക് സിറ്റുവേഷൻ, എമർജൻസി സിറ്റുവേഷൻ സൊസൈറ്റിയിൽ ഉണ്ടായാൽ അതിനെ മാനേജ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാവണമെന്ന് ചിന്തിച്ചത് COP4Bയിലെത്തുമ്പോൾ ഇതേ കാര്യങ്ങൾ വ്യക്തമായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിരിക്കണം. അതിന് നമുക്ക് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി തന്നിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് നമ്മളുടെ കമ്മ്യൂണിറ്റി എമർജൻസികളിൽ നമ്മളുടെ സ്ഥലത്ത് നമ്മുടെ സ്ഥാപനത്തിൽ എങ്ങനെ നടപ്പിലാക്കാമെന്ന് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. ഇതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെന്റിൽ കൂടെ പറയുന്നത്. നമ്മൾ കണ്ടതാണ്, നമ്മുടെ കോവിഡ് സമയത്തൊക്കെ ഹോസ്പിറ്റലുകളിൽ എമർജൻസി കൈകാര്യം ചെയ്യാൻ സ്ഥലം തികയാതെ വന്നപ്പോൾ നമ്മൾ മറ്റു പല സംവിധാനങ്ങളെയും നമ്മുടെ ട്രയാജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. മാസ് കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് കമ്മ്യൂണിക്കേഷൻ എയ്ഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, വിസിറ്റർ മാനേജ്മെന്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ആ സമയത്ത് റിസപ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ എമർജൻസി റൂമിലെ ട്രയാജ് പോളിസീസ് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം, ഇതിനെല്ലാം തന്നെ NDMA എന്ന് പറഞ്ഞ ഒരു ഗൈഡ് ലൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. അതനുസരിച്ച് നമ്മളുടെ സ്ഥാപനം ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകണം. COP, കെയർ ഓഫ് പേഷ്യൻസ്, 4th സ്റ്റാൻഡേർഡ്, 2nd ഒബ്ജക്റ്റീവ് എലമെന്റ്, ദ ഓർഗനൈസേഷൻ മാനേജസ് കമ്മ്യൂണിറ്റി എമർജൻസീസ്, എപ്പിഡമിക് ആൻഡ് അതർ ഡിസാസ്റ്റർ ആസ് പെർ ഡോക്യുമെന്റഡ് പ്ലാൻ. അന്നേരം തപ്പി നടക്കണ്ട. നമുക്ക് നമ്മുടെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത മോക്ക് ഡ്രില്ലിൽ കൂടെ നമ്മൾ ഉറപ്പുവരുത്തി നടക്കുമെന്നുള്ളതിന് നമുക്ക് കൃത്യമായി വെഹിക്കിൾ എങ്ങനെ മാനേജ് ചെയ്യണം, ഇവിടുന്ന് പുറത്തേക്ക് ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേഷ്യൻ്റ് വന്നാൽ അകത്തേക്ക് വരുന്ന വെഹിക്കിൾസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, പുറത്തേക്ക് പോകേണ്ട വെഹിക്കിൾസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ആ പേഷ്യൻസിൻ്റെ സഹായിക്കാൻ വരുന്ന മനുഷ്യരെ എങ്ങനെ മാനേജ് ചെയ്യണം, അതിന് കൃത്യമായ ഡോക്യുമെന്റഡ് പ്ലാൻ ഉണ്ടാവണം. നമ്മളുടെ ആംബുലൻസ് ഡ്രൈവർമാർക്കും അതിലുള്ളവർക്കും ഗ്രീൻ ഇലുമിനേറ്റിംഗ് കളേഴ്സിൽ യൂണിഫോം കൊടുക്കണം. കാരണം ഫയർ, റെസ്ക്യൂ, പോലീസ്, എമർജൻസീസിൽ മറ്റ് കളറുകൾ പലതും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് യൂണിഫോം എങ്ങനെയായിരിക്കണം? അത്തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, മാസ് കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്ന സമയത്തുള്ള
പോളിസീസ് റിട്ടേൺ ആയിരിക്കണം COP4B.